4Kids സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ടോയ് ഷോപ്പ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? മാറുന്ന ട്രെൻഡിനനുസരിച്ച് എങ്ങനെ അപ്ഡേറ്റ് ആയിരിക്കാമെന്ന ആശങ്കയിലാണോ? ക്വാളിറ്റി ടോയ്സ് എങ്ങനെ, എവിടുന്ന്, എത്ര വേഗത്തിൽ കിട്ടുമെന്ന് ആലോചിച്ച് വേവലാതിപ്പെടുകയാണോ? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. സ്മാർട്ട് ഫോൺ കയ്യിലില്ലേ? എങ്കിൽ ഉടൻ തന്നെ 4Kids ടോയ്സിന്റെ B2B മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ക്വാളിറ്റിയും വൈവിധ്യമായ ടോയ്സ്, ബേബി ക്രാഡിൽസ്, ട്രൈസിക്കിൾസ്, വാക്കർ, മാജിക് കാർ ഉൾപ്പെടെ കിൻഡർ ഗാർഡൻ, സ്കൂൾസ് ഫർണിച്ചർ, കിഡ്സ് പ്ലേ ഏരിയ അല്ലെങ്കിൽ ഒരു പാർക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ള എല്ലാവിധ ഇൻഡോർ ഔട്ട്ഡോർ പ്ലേ എക്യുപ്മെന്റ്സുകളും സ്വപ്നതുല്യമായ ഹോൾസെയിൽ വിലയിൽ കേരളത്തിൽ എവിടെയും നിങ്ങളുടെ ഷോപ്പിൽ ഞങ്ങൾ എത്തിക്കും. ലേറ്റസ്റ്റ് മോഡലുകളുടെയും എഡ്യൂക്കേഷൻ ടോയ്സുകളുടെയും വിപുലമായ കളക്ഷൻ, ISC ISO സർട്ടിഫൈഡ് ടോയ്സുകളുടെ വൻ ശേഖരം. 4Kids ടോയ്സ്, ക്വാളിറ്റി ടോയ്സ് ഫോർ ഫൺ ആൻഡ് ലേൺ. ഫോർ മോർ എൻക്വയറി കോൾ 99517133. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മുസ്തഫ സാറിന്റെ പാർട്ട്ണർ നുസൈബയാണ്. അപ്പൊ ശ്രീമതി നുസൈബയാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഗ്മെന്റിൽ കാണാനും കേൾക്കാനും പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഒരു പ്രവാസ ജീവിതത്തിൽ നിന്ന്, ലക്ഷറി ലൈഫിൽ നിന്നൊക്കെ ഒരു സാധാരണ ഗ്രാമപ്രദേശത്തേക്ക് വന്ന് അത് ഒട്ടും പരിചിതമല്ലാത്തൊരു മേഖലയിൽ കൈവെക്കാൻ പോവാണ്. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായില്ലേ? അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ആ ഒരു സപ്പോർട്ട് മാത്രമാണോ ഉണ്ടായത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സ് മാത്രമാണോ ഉണ്ടായത്, അല്ലെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായോ? എല്ലാം പറിച്ചു നടുകയാണല്ലോ. അത് നമ്മളെ ഫ്യൂച്ചർ, പ്രസന്റ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റാൻ പോവുകയാണ് എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ അതിനെ എങ്ങനെയാണ് നേരിട്ടത്? ഓക്കെ ആയിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നോ? അതാണ് ആദ്യം പറയേണ്ടത്. ഹസ്ബൻഡ് ഇങ്ങനെ ഡിസിഷൻ എടുത്തപ്പോൾ ഫസ്റ്റ് നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്കെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അക്കോമഡേഷൻ ആൻഡ് വെഹിക്കിൾ ഫെസിലിറ്റി എല്ലാം വേറെ ആളെ ചെലവിൽ, കമ്പനി ചെലവിൽ എല്ലാം കിട്ടിയിരുന്നു. നാട്ടിൽ വന്നാൽ എല്ലാം നമ്മുടെ കാശിന് തന്നെ ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ മക്കളെ വിദ്യാഭ്യാസം, അവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇനി നാട്ടിൽ വന്നാൽ അതിൽ ചേഞ്ചസ് വരുമെന്ന് അറിയാൻ വരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിന്റെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കുക. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം കുട്ടികൾ അവിടെ പഠിക്കുമ്പോൾ അവിടുത്തെ ഒരു കൾച്ചറായിട്ട് മുന്നോട്ട് പോകുള്ളൂ. നമ്മുടെ നാട്ടിൽ അവർക്ക് സത്യം പറഞ്ഞാൽ അവർ കൊതുകിനെപ്പോഴും അവർക്ക് പേടിയായിരുന്നു. ഉറുമ്പ്, കൊതുക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവർക്ക് പേടിയുള്ള ഐറ്റംസ് ആയിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ പിന്നൊക്കെ നോർമലായി, നമ്മളിവിടെ ഇപ്പം സെറ്റിലായി, മക്കൾക്കൊരു കുഴപ്പമില്ല. അപ്പോൾ അവരിവിടുത്തെ ക്ലൈമറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു, എല്ലാം പഠിച്ചു. പിന്നെ ഞങ്ങൾ ഈ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരൊറ്റ ഉദ്ദേശം. കാരണം ഒറ്റയ്ക്ക് തുടങ്ങിയതാണ്. അപ്പം ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ ഇറങ്ങിയത് അതിലോട്ട്. പിന്നെ ചെയ്ത് ബാക്കിയുള്ള പണിയും കൂടി നമ്മുടെ തലയിൽ വെച്ച് തരാൻ തുടങ്ങി. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുന്നത് സെയിൽസ് ആൻഡ് കസ്റ്റമർ സർവീസ്. കസ്റ്റമറിന് എന്ത് കുഴപ്പമാണെങ്കിലും നമ്മൾ ഇൻഫോം ചെയ്യാം. അതിന് നമ്മൾ ഓഫീസ് നമ്പർ ഉണ്ട്, അതിലേക്ക് വിളിക്കാം. പിന്നെ ഹസ്ബൻഡിന് എപ്പോഴും ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല, വേറെ ഒരു പ്രൊഡക്ഷൻ്റെ ഇതിൻ്റെ ബാക്കിലായിരിക്കും. അപ്പോൾ നമ്മൾ കസ്റ്റമറിന് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, ഡാമേജ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നമ്മൾ മെയിൻ ചെയ്യുന്നത്. പിന്നെ കസ്റ്റമറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാം, അത്രേ ഉള്ളൂ. ഇപ്പോൾ സെയിൽസ് ആൻഡ് സർവീസ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി അറിയാം, കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് എക്സൈറ്റ്മെന്റ്, ഒരുപാട് ചോദ്യങ്ങൾ, പിന്നെ ടെൻഷനുകൾ ഒക്കെ, പ്രത്യേകിച്ച് കുട്ടികൾക്കായപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പേടികള്, സജഷൻസ്, അതൊക്കെ എന്തൊക്കെയായിരിക്കും ഒന്ന് പറയാൻ പറ്റുമോ? 4Kids ടോയ്സിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഷോപ്പ്, അവർക്ക് ഒരു ചെറിയ മൈന്യൂട്ട് പോലും നമ്മളെ അടുത്ത് നിന്ന് ഇഷ്ടപ്പെടുന്ന, മൈന്യൂട്ട് ഡാമേജ് പോലും നമ്മളെ അടുത്ത് നിന്ന് ഇഷ്ടപ്പെടുന്നില്ല അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ പ്രൊഡക്റ്റും ചെക്ക് ചെയ്തിട്ട് അങ്ങനെ വെക്കാറുണ്ട്. പിന്നെ ഡാമേജ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും അവർക്ക്, കസ്റ്റമേഴ്സിന്. അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാലും എപ്പോഴും അവൈലബിൾ ആണ്. വാട്സപ്പ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഫോൺ കോളും അവൈലബിൾ ആണ്. പിന്നെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ ഹാപ്പി ആക്കുക എന്നാണ് ഞങ്ങളെ മെയിൻ ഉദ്ദേശമുള്ളത്. അതാണ് കസ്റ്റമറെ ഹാപ്പി ആക്കുക. പിന്നെ ഞങ്ങൾ ഈ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ക്വാളിറ്റിന്ന് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. ക്വാളിറ്റി ഉള്ള മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. പിന്നെ ആരെങ്കിലും ഫോട്ടോ അയച്ചെന്നാൽ, ഏത് ഡിസ്ട്രിബ്യൂഷൻ ലെവലാണെങ്കിൽ അവർ ഫോട്ടോ അയച്ചെന്നാലും ഞങ്ങൾ സെലക്ട് ചെയ്യില്ല. എല്ലാം നമ്മൾ നേരിട്ട് കണ്ടുപോയി പർച്ചേസ് ചെയ്യാറുള്ളത്. അത് നമ്മൾ എക്സിബിഷൻസ് പോവാറുണ്ട്. പിന്നെ ചൈനയിൽ ഡയറക്റ്റ് പോയി എടുക്കുള്ളൂ. ഓരോന്നും കണ്ടിട്ട് എടുക്കുള്ളൂ. നമ്മൾ ടോയ്സ് അങ്ങനെ സെലക്റ്റീവ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പിന്നെ മാനുഫാക്ചറിങ് ആണെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ഞങ്ങളെ സ്റ്റാഫുകളെ ഒരു ഇതും കൂടെ, പിന്തുണയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് കഴിഞ്ഞത് കേട്ടോ. അതിനാണ് സത്യം പറയാനുള്ളത്. കാരണം ഓരോ സ്റ്റാഫും അത്രയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ലെവലിൽ എത്തിയെന്ന് പറയാം.
ഫസ്റ്റ് ഞാനും ഹസ്ബൻഡും മാത്രം സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനം ഈ നിലയിലാവാനുള്ള കാരണം സ്റ്റാഫുകളുടെ ഒരു പിന്തുണ മാത്രമാണ്. അപ്പോൾ 4Kidsന്റെ 3ാമത്തെ സെഗ്മെന്റ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. മാത്രമല്ല ഈ ഒരു ഏരിയയിലുള്ള ഇൻഫർമേഷൻസ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.